ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനിയിലും ഒക്കെ കണ്ട പോലെ തന്നെ ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ട് ഇപ്പോൾ 7 മാസം ആയിട്ടുണ്ട്. അപ്പോൾ 7 മാസത്തിന് ശേഷമുള്ള എൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ മുടിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചതെന്നും ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ മുടി കിടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ ബോട്ടോക്സിൻ്റെ റിവ്യൂ ഒന്ന് പറയണേന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഡിസംബറിലാണ് ബോട്ടോക്സ് ചെയ്തത്. ഡിസംബർ ഒരു 14 ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ബോട്ടോക്സ് ചെയ്യുന്നത്. ഞാൻ ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് ബോട്ടോക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടോക്സ് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോയും ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജനുവരി വരെയുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് ഫെബ്രുവരിയിലുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഫെബ്രുവരി മാസം ആയപ്പോൾ എൻ്റെ മുടി കുറച്ചും കൂടി നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് പോയിട്ട് കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഹെയർ കളറിങ്ങും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാനൊരു ക്യാരമൽ കളറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സെറ്റിൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വൈബ്രന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് ഫാമിലിയിലുള്ള ഒരു കളറിങ്ങും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈൻ റെഡ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫെബ്രുവരി മാസത്തെ സ്പാ വിസിറ്റിങ്ങിന് പോയതാണ്. അപ്പോൾ ഞങ്ങൾ 6 മാസത്തേക്ക് ഒരു ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു മെയ് മാസം വരെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഫെബ്രുവരി മാസം പോയിട്ട് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് സ്പായും എല്ലാം കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം എടുത്തേക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സലൂണിൽ പോയിട്ട് ബോട്ടോക്സ് ചെയ്ത അതേ സലൂണിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അവർ തന്നിട്ടുള്ള ഷാമ്പൂവും മാസ്കും തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത്. പിന്നെ ആദ്യത്തെ ഒരു 2 മാസം വരെ ഞാൻ അധികം അങ്ങനെ തല അങ്ങനെ ടൈറ്റ് ആയിട്ടൊന്നും കെട്ടി വെക്കത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ആയപ്പോഴും ഇവിടെ ചൂടൊക്കെ തുടങ്ങിയ സമയത്താണ് പോണി ടെയിലൊക്കെ കെട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ മാക്സിമം നമ്മൾ ഒരുപാട് ടൈറ്റാക്കി കെട്ടാതിരിക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് സ്ട്രെയിറ്റ് ലുക്കിൽ കിടക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ഈ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം എൻ്റെ മുടി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കാണെങ്കിൽ ഹെയർ ഫാൾ നല്ലോണം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പോയിട്ട് ബോട്ടോക്സ് ചെയ്തത്. ഞാൻ ബ്രസീലിയൻ ബോട്ടോക്സ് ആണ് ചെയ്തത്. പിന്നെ ഈ ഒരു ബോട്ടോക്സ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഹെയർ ഫാൾ നല്ലോണം കുറഞ്ഞായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഓൾറെഡി ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഞാൻ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നല്ലോണം ഡാൻഡ്രഫ് കുറഞ്ഞു വന്നതാണ്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ വീണ്ടും ഡാൻഡ്രഫ് റീസ്റ്റാർട്ടായി. ആ സമയത്ത് ഞാൻ പോയിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിച്ചിട്ട് ഇപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഒരു ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ തലയിലുള്ള ഡാൻഡ്രഫിൻ്റെ ഇതും കൂടി കാണിച്ചു തരാമേ. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ കളറിങ് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡും ആദ്യം വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കാരമൽ കളർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റെഡ് വൈനും കൂടി ചേർത്താണ് ചെയ്തത്. അപ്പോൾ 2 ടൈപ്പ് കളർ നമ്മുടെ തലയിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാമത് ചെയ്ത കളർ ഫെയ്ഡായി കഴിയുമ്പോൾ ആദ്യത്തെ കളർ കുറച്ചും കൂടി നല്ലതായിട്ട് കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ ബോട്ടോക്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതും കൂടി നോക്കിയാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. പിന്നെ ഇതേ ഈ ഒരു സമയത്ത് എൻ്റെ മുടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കളർ കുറച്ച് നല്ല വൈബ്രൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കളർ ഫെയ്ഡായി നമ്മൾ വാഷ് ചെയ്യുന്നതിനനുസരിച്ച് ഫെയ്ഡായിട്ട് പോവും. പിന്നെ 90 വാഷാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു 1.5 വിട്ടുള്ള ദിവസങ്ങളിലാണ് കുളിച്ചുകൊണ്ടിരുന്നത്, ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോയിട്ട് മുടി ഇങ്ങനെ ഫാനിലിട്ട് ഉണക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് അങ്ങനെ തോർത്തുകൊണ്ടൊന്നും പ്രസ് ചെയ്തിട്ടൊന്നും അല്ല മുടി ഉണക്കിക്കൊണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ മാസം കഴിയും തോറും മുടിയിൽ ആ ഒരു ഷേപ്പ്, ആ ഒരു സ്ട്രെയിറ്റ് ലുക്ക് മാറി ഒരു കുറച്ച് വളവ് പോലെ വരുന്നത്. അപ്പം അത് ഗ്രാജുവലി അങ്ങനെ ആവുന്നതാണ്. ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ ഒരു പഴയ ലുക്കിലോട്ട് വരും കേട്ടോ. പക്ഷെ എൻ്റെ മുടി അത്രയ്ക്കും അങ്ങോട്ട് പഴയ ആ ഒരു വേവി ഹെയർ ആയിട്ടൊന്നും ഇല്ല. ഒരു സ്ട്രെയിറ്റ് ലുക്ക് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോഴും ആ ഒരു ഹെയർ മാസ്കും ഹെയർ ഷാമ്പൂ ഒക്കെ തേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പോണി ടെയിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും കെട്ടി വെക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ടെക്സ്ചർ മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ അവർ തന്നേക്കുന്ന ആ ഷാമ്പൂ തേക്കുമ്പോൾ അതിൻ്റെ കളറും അധികം അങ്ങനെ പോവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് കളർ വലുതായിട്ട് ഫെയ്ഡ് ആയതുപോലെ തോന്നിയിട്ടില്ല. ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എനിക്ക് ഹെയർ ഗ്രോത്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. മുടിയുടെ തിക്നെസ് നല്ലോണം കൂടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബോട്ടോക്സ് ചെയ്ത സമയത്തേക്കാളും കുറേ കൂടി നല്ലോണം മുടിയുടെ തിക്നെസ് കൂടിയിട്ടുണ്ട്. ഹസ്ബൻഡിനാണെങ്കിലും അതെ, ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഡാൻഡ്രഫ് കുറഞ്ഞ
കുറഞ്ഞു തുടങ്ങിയതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ സലൂണിൽ പോയിട്ട് സ്പായൊക്കെ ചെയ്ത് അവർ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് ഇടുന്ന സമയത്ത് കുറേ കൂടി നല്ല ഭംഗിയായിട്ട് കിടക്കും. ഞാൻ അങ്ങനെ ഹെയർ സ്ട്രെയിറ്റ്നറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നൊന്നുമില്ല, ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അത് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ ജൂൺ മാസമൊക്കെ ആയപ്പോഴേക്കും മുടിയുടെ ടെക്സ്ചറിന് ചെറിയൊരു വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു സ്ട്രെയിറ്റ് ലുക്ക് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. പോണിറ്റെയിൽ ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടി വെക്കുന്നതുകൊണ്ടാണ് സെൻറ്റർ പോർഷനിൽ വന്നിട്ട് കുറച്ചൊന്നൊരു വേവി ആയിട്ട് കിടക്കുന്നത് കേട്ടോ. പിന്നെ അവർ നമ്മളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹെയർ ഓയിൽ വേണമെങ്കിൽ തേക്കാം, പക്ഷേ തേക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ആയ കാരണം കൊണ്ട് തന്നെ അത് മുടിയുടെ താഴോട്ടുള്ള പോർഷനിൽ നമ്മൾ ഹെയർ ഓയിൽ തേക്കേണ്ട. ഹെയർ ഓയിൽ തേക്കുന്നെങ്കിലും ആ ഒരു സ്കാൽപ്പ് പോർഷനിൽ തേക്കാനാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ സ്കാൽപ്പ് ഓയിലി സ്കാൽപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇതുവരെയും ഈ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം അധികം അങ്ങനെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. 1-2 തവണ അല്ലാതെ തേച്ചിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഓൾറെഡി എൻ്റെ തലയിൽ ഡാൻഡ്രഫ് ഇതുപോലെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോൾ വീണ്ടും എനിക്ക് ഇതുപോലെ ഡാൻഡ്രഫ് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട്, ഒരു സ്കിൻ ക്ലിനിക്കിലാണ് അവിടെ കാണിച്ചിട്ട് അവിടുത്തെ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഷാമ്പു അവരെന്നോട് പറഞ്ഞത് വീക്കിലി 1 വിട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോൾ ഷാമ്പു തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്തതിന് ശേഷം ഒരുപാട് ഭയങ്കരമായിട്ട് മാറ്റമൊന്നുമില്ല, എന്നാലും ചെറിയ തോതിൽ മാറ്റമുണ്ട്. ഹോം റെമഡി ഒന്നും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നേ ഇല്ല കേട്ടോ. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള എൻ്റെ മുടിയുടെ ടെക്സ്ചർ. ആഗസ്റ്റ് മാസമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ മുടി നല്ല ടൈറ്റ് ചെയ്താണ് കേട്ടോ കെട്ടി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് ആ പകുതി പോർഷനിൽ വന്നിട്ട് ഒരു ചെറിയൊരു വളവ് തോന്നിക്കുന്നത്. ഇത് ഞാൻ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം തലമുടിയിൽ ആ ഷാമ്പൂ മാസ്ക് ഒക്കെ ഇട്ടതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മുടി ഇരിക്കുന്നത്. താഴോട്ടൊക്കെ ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടി എനിക്ക് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ട്. അതൊരു ഡിസംബറൊക്കെ ആകുമ്പോഴേ ചെയ്യാനാണ് പ്ലാൻ. ഉടനെ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അടുത്ത തവണ ഞാൻ ബോട്ടോക്സ് ചെയ്യുന്ന സമയത്ത് ഹെയർ കട്ടും കൂടി ചെയ്തിട്ടേ ചെയ്യുള്ളൂ. കാരണം താഴോട്ട് മുടി ലെങ്ത് വന്നിട്ട് ഒരു ഷേപ്പ് ഇല്ലാതെ കിടക്കുവാണ്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ 90 വാഷ് കഴിയുമ്പോൾ നമ്മുടെ തലമുടിയുടെ പ്രോട്ടീനൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ 6 മാസമാണ് അവർ നമുക്ക് കാലാവധി പറഞ്ഞേക്കുന്നത്. എനിക്കിപ്പോൾ 7 മാസം ആയപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മുടി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഷാമ്പൂ ഒക്കെ തേച്ചിട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രിസി ആയിട്ട് കിടക്കുന്നത്. മുടിയുടെ ഗ്രോത്ത് വരുന്നതിനനുസരിച്ച് താഴോട്ട് ഇങ്ങനെ ലെങ്ത് വെക്കുന്നതിനനുസരിച്ച് മേലോട്ടുള്ള പോർഷന് സാധാരണ പോലെ നമ്മളുടെ പഴയ മുടിയുടെ ടെക്സ്റ്റൈലായിരിക്കുള്ളൂ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.